അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തെ പ്രകീർത്തിച്ച മുസ്ലിം ലീഗ് ഭാരതത്തിലെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണ് രാമക്ഷേത്രവും പണിയാൻ പോകുന്ന ബാബറി മസ്ജിദുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. രാമക്ഷേത്രത്തിനെതിരെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ തയ്യാറാക്കേണ്ടത് ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേർന്നുണ്ട്. അരുൺ, ഇവിടെ ന്യൂനപക്ഷ പ്രീണനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം രാമക്ഷേത്രത്തിനെതിരെ പരസ്യമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മതേതരത്വത്തിന് ശക്തിപ്പെടുത്തുന്നതാണ് രാമക്ഷേത്രവും പണിയാൻ പോകുന്ന ബാബറി മസ്ജിദുമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. രാജീവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പരസ്യമായി പൊതുവേദിയിൽ ഈ പറഞ്ഞിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ ഒരു പ്രസംഗത്തിലാണ്, പൊതുസമ്മേളനത്തിലാണ്, മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. മതേതരത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, രാജ്യത്തെ മതേതരത്വത്തിന്റെ യശസ് ഉയർത്തുന്ന 2 കാര്യങ്ങളാണ് അടുത്തിടെ രാജ്യത്ത് നടന്നത്. അതിലൊന്ന് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ്, മറ്റൊന്ന് അടുത്തിടെ നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദിന്റെ നിർമ്മാണമാണ്. ഈ 2 നമ്മുടെ രാജ്യത്തിന്റെ യശസ്, മതേതരത്വത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോകേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് ജനതയുടെ വലിയ ഒരു ആഗ്രഹമാണ് നിറവേറ്റപ്പെട്ടത്. അതിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോകേണ്ട എന്ന് ആവർത്തിച്ച് കൃത്യമായി പറയുന്ന ഒരു സമീപനമായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ രാജീവ് പറഞ്ഞ പോലെ തന്നെ ഭവ്യമായ രാമക്ഷേത്രം അയോധ്യയിൽ ഉയരുമ്പോൾ